ഗണപതേ ഹരം തിരുമകനേ മേശവാ മുഖവാ പോറ്റി ഗണപതി വാഴവും കനകം ചൂടും ധരണി തന്നീലർച്ചിക്കും പ്രഭുരാമനാൽ പടയ്ക്കപ്പെട്ടൊരാ പുണ്യമാം ധരണി തന്മേലർച്ചിക്കുന്നേ പ്രസീദ മഹാഗണപതേ പ്രസീദ ഗൗരീ സുത പ്രസീദ പ്രസന്ന മഹാഗണപതേ പ്രസീദ സർവസിദ്ധനിലയായി സരസ്വതി വാണിമാതേ അരുൾദരിക നിനക്കിരിപ്പാ വച്ച മറുപൊഴുതോ
കുതിരവയറും നെടുവയറും വിള്ളും മലമകമകനെ കുടവയറഴകായി മലമകൾ മകനെ കുടവയറഴകായി വിലസിതകരോ കൊണ്ടോ അമൃതോ ചെയ്തരുക മലമകൾ മകനെ കുടവയറഴകായി വിലസിതകരം കൊണ്ടോ അമൃതോ ചെയ്തരുക വരമരുളേണേ ഗണപതി ഭഗവാൻ വരമരുളേണേ ഗണപതി ഭഗവാൻ വരമരുളേണേ ഗണപതി ഭഗവാൻ വരമരുളേണേ ഗണപതി ഭഗവാൻ വിലസി നഗരം കൊണ്ടോ അമൃതോ ചെയ്തരുക വിലസി നഗരം കൊണ്ടോ അമൃതോ ചെയ്തരുക ഗുണമരു ചെയ്തരുക തുണയരു ചെയ്തരുക വരമരു ചെയ്തരുക സജ്ജനങ്ങളായ നിങ്ങൾക്ക് എല്ലാവർക്കും വിനീത നമസ്കാരം. സോപാന സംഗീതം എന്ന ഈ ഒരു അനുഷ്ഠാന കലയെക്കുറിച്ച് നമുക്ക് സമയം 7:45 വരെയാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് വിസ്തരിച്ച് പറയുന്നില്ല. പക്ഷെ എങ്കിലും നവീകരണ കലശം നടക്കുവാണ് ഒരു മഹാക്ഷേത്രത്തിൽ. ഇതാ ഈ നിൽക്കുന്ന സുഹൃതികളായ ജന്മങ്ങൾ മനുഷ്യർ എന്ന് പറയുന്നത് കലിയുഗത്തിൽ മുൻജന്മ ഭാഗ്യം കൊണ്ടാണ് ഭാരതമാകുന്ന ഭൂമിയിൽ പ്രകൃതാമനാൽ പടയ്ക്കപ്പെട്ട പുണ്യമാൻ കർമ്മഭൂമിയാകുന്ന ഈ പുണ്യഭൂമിയിൽ ഒരു മനുഷ്യജനങ്ങൾ സ്ഥിതിക്കുന്നത്. ഇവിടെ ക്ഷേത്രം, ആരാധന, അനുഷ്ഠാനം, ആചാരം ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് ഈ മനുഷ്യജന്മം പൂർത്തിയാക്കി ഈശ്വര സായുജ്യത്തിലേക്ക് പോകാൻ നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. അതിലൊരു മനുഷ്യജന്മത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സുഹൃത നിമിഷത്തിനാണ് വരാൻ പോകുന്ന ദിവസം സാക്ഷിയാകാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കാൻ കൂട്ടായി നിൽക്കുന്ന ഈ സമിതിയെ നമസ്കരിക്കുന്ന കാരണം കൽപ്പാന്തകാലത്തോളം ഈ ലോകത്തിന്റെ അനുഗ്രഹഹേതുത്വം സർവചരാചരങ്ങളെയും രക്ഷിക്കുവാൻ അമ്മേ നീ ഇവിടെ കൂടിയിരിക്കണം. അതാണ് ക്ഷേത്രം. അതിൻ്റെ തത്വമനുസരിച്ചിട്ടാണ് ചിറ്റൂർ പഴയന്നൂർക്കാവ് നവീകരണത്തിന്റെ പാതയിൽ നിന്ന് പൂർത്തിയാകാൻ പോകുന്നത്. ലോകമുള്ളിടത്തോളം കാലം ഈ ക്ഷേത്രം നിലനിൽക്കണം. അതാണ് ആ സതുദ്ദേശത്തിന്റെ പ്രത്യക്ഷ തെളിവുകളാണ് കരിങ്കല്ലാൽ നിർമ്മിച്ച ആ ക്ഷേത്രം. അതിമനോഹരമാകുന്ന തടി കൊത്തുപണികൾ കൊണ്ട്, അതിമനോഹരമാകുന്ന ചിത്രപ്പണികൾ കൊണ്ട് ആ പൂർത്തിയാകാൻ പോവുകയാണ്. ഇതിന് ഭാഗമായിട്ടുള്ള എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് സോപാന സംഗീതം എന്ന ഈ അനുഷ്ഠാന കലയെക്കുറിച്ച്, അമ്പലത്തിന്റെ അനുഷ്ഠാനത്തിൽപ്പെട്ട അടിയന്തരത്തിൽപ്പെട്ട ഈ ഒരു കലയെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ. ഏതൊരു കലയും എന്താണ്, എന്തിനാണ് ഇത് എന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് അനുഭവപ്പെடும். അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ മനസ്സ് ഏകാഗ്രത എന്ന തലത്തിൽ കൊണ്ട് ഈ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കുക. വരാൻ പോകുന്ന ജന്മത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നിങ്ങൾക്കതിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. ഇത് സത്യമാണ്. കാരണം 100% സത്യമാകുന്ന ശാസ്ത്രത്തിന്റെ പാരമ്പര്യ അവകാശികളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാൻ കാരണം അത്ര സത്യമാകുന്ന ഈ ഒരു ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് 2 വാക്ക്. സോപാനം എന്ന പദം കൊണ്ട് അർത്ഥമാകുന്നത് തന്നെ പടികൾ. ക്ഷേത്ര ശ്രീകോവിലിന്റെ പടികൾക്കുള്ള പ്രത്യേകത, ആ പടികൾ കയറി നമ്മൾ എത്തുന്നത് ഈശ്വരിലേക്കാണ്. ഈശ്വരിലേക്ക് എത്താനുള്ള മാർഗമാകുന്ന ആ പടികൾക്കരികെ നിന്ന് ഇടയ്ക്ക് എന്നീ വാദ്യം പൊട്ടിപ്പാടി സേവിയാവുന്ന ആ സംഗീതത്തെ പടികൾക്ക് സോപാനത്തിനരികെ നിന്ന് പാടുമ്പോൾ സോപാന സംഗീതം എന്ന പേര് വിളിക്കുന്നു. എന്തിനാണ് ഈ ഒരു സംഗീതം പൂജാവേളയിൽ ചിട്ടപ്പെടുത്തുവാൻ കാരണം? കലിയുഗത്തിൽ ഈശ്വരനെ അടുത്തറിയുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ക്ഷേത്രശാസ്ത്രത്തെ ആചാര്യന്മാർ നമുക്ക് പാകപ്പെടുത്തി തന്നിട്ടുള്ളത്, അല്ലേ? പൂർവ്വസൂരികൾ നമുക്ക് പറഞ്ഞു തന്നെന്താ?
ഈ കാണുന്ന മണ്ണിലും ഈ കാണുന്ന തൂണിലും തുരുമ്പിലും ആകാശത്തിലും ജലത്തിലും സർവ്വചരാചരങ്ങളിലും ഈശ്വരൻ വസിക്കുന്നു എന്ന് പറയുമ്പോൾ കലിയുഗത്തിന്റെ ചഞ്ചലമാകുന്ന മനസ്സുകൊണ്ട് ഈ പറഞ്ഞ വസ്തുക്കളിലൊന്നും ഈശ്വര ദർശനം സാക്ഷാത്കരിക്കാൻ നമ്മുടെ മനസ്സ് പാകമല്ല. അവിടെയാണ് പ്രത്യക്ഷമാകുന്ന ഈശ്വരനെ അനുഭവത്തിലൂടെ ഒരു വിഗ്രഹത്തിലൂടെ ആരാധിക്കുമ്പോൾ നിങ്ങൾ ആശ്രയിക്കുന്ന ചിറ്റൂരമ്മയെ നമുക്ക് അടുത്തറിയുവാൻ സാധിച്ചത്. ചിറ്റൂർക്കാവിലമ്മ ആരാണ്? പഴയന്നൂർക്കാവിലമ്മ ആരാണ്? അത്രപ്പല്ലാവൂരപ്പൻ ആരാണ്? കച്ചാംകുറിശി പെരുമാളും മുളപ്പുഴക്കമ്മനും ഗുരുവായൂരപ്പനും ഒക്കെ നമ്മുടെ ഈശ്വരന്മാരായിട്ട് നമുക്ക് അടുത്തറിയാൻ സാധിച്ചത് ക്ഷേത്രമാകുന്ന ശാസ്ത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ബിംബത്തിലൂടെ മാത്രമാണ്. നമ്മുടെ പ്രകൃതിയിൽ അന്തർലീനമാകുന്ന ശക്തിയെ മന്ത്രപൂർവം തന്ത്രികയിൽ ആവാഹിച്ച് ജലത്തിൽ ലയിപ്പിച്ച് അല്ലെങ്കിൽ ആ വിഗ്രഹത്തിലേക്ക് ലയിപ്പിച്ച് നമ്മളിലേക്ക് ആ ജീവ ചൈതന്യത്തെ ആരാധിക്കാൻ പ്രാപ്തമാക്കി തരികയാണ്. അന്തർലീനമാകുന്ന ശക്തി എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല, പക്ഷെ പ്രകൃതിയിൽ സത്യമായിട്ടുണ്ട്. എന്തായാലും തെളിവെന്ന് ചോദിക്കുമ്പോൾ അതിന് കാണിക്കാം വായു. ഈ കൈകൊണ്ട് നമുക്ക് വായുവിനെ എടുത്ത് കാണിക്കാൻ സാധ്യമാവുമോ? ഇല്ല. പക്ഷെ നമ്മൾ ശ്വസിക്കുന്നുണ്ട്. കൈകൊണ്ടൊന്ന് ശരീരത്തിൽ നിന്ന് വീശി നോക്കി ചെറിയ കാറ്റ് വന്ന് തട്ടുന്നുണ്ട്. എന്താ ഇതിനെ കാണാൻ പറ്റാത്തത്? സത്യമായിട്ട് അദൃശ്യമാകുന്നൊരു ശക്തിയാണ് വായു. അതിനെ വിശറി കൊണ്ട് വീശിയപ്പോൾ നല്ല ശക്തിയിൽ കാറ്റ് ലഭിക്കുന്നു. ഒരു ഫാൻ വയ്ക്കുമ്പോഴോ ആ കാറ്റിനെ കൂടുതൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത് പോലെ പ്രകൃതി അന്തർലീനമാകുന്ന ശക്തി തന്ത്രവിദ്യൻ മന്ത്രപൂർവ്വം ആവാഹിച്ച് ആ വിഗ്രഹത്തിലേക്ക് ലയിപ്പിക്കുകയാണ്. അരണിയിൽ അന്തർലീനമാകുന്ന അഗ്നിയെ കടഞ്ഞെടുക്കുമ്പോൾ അഗ്നി ലഭിക്കുന്നത് പോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ആരാധിക്കുമ്പോൾ ആ ചൈതന്യം അനുഗ്രഹമായിട്ട് നമുക്ക് വന്നു ചേരുന്നു. ഇങ്ങനെയൊക്കെ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹങ്ങൾ ശിലയല്ലേ എന്ന് നമ്മളെ ചൂണ്ടിക്കാണിച്ച് കളിയാക്കുന്ന കുറേ യുക്തിവാദികളോട് പറയാൻ ഒരേ ഒരു കാര്യം, നിങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിക്കേണ്ട, കേരളത്തിൽ തന്നെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. അത്ഭുതമാകുന്ന അനുഭവങ്ങൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്നത്. ഞങ്ങളുടെ അടുത്തൊരു കൊച്ചു ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. വലിയ ക്ഷേത്രം തന്നെയാണ്. മഹാദേവന്റെ തൊട്ടുപുറകിൽ ഒരു പാർവതി ദേവി പടിഞ്ഞാട്ട് ദർശനമായിട്ട് ഇരിപ്പുണ്ട്. എല്ലാ മാസവും അമ്മയ്ക്കൊരു കാര്യമുണ്ട്, അറിയാവോ? തൃപ്പൂത്താവ്. അറിയാലോ, അമ്മയെ മാറ്റി എഴുതണം. ഒരു വിഗ്രഹത്തിന്റെ പ്രതിഭാസമാണ്. അമ്മ തൃപ്പൂത്തായാൽ ശിവുവിന് മാറ്റിയിരിക്കണം. അവിടെ കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയാൽ തിടനാട് മഹാക്ഷേത്രം, പാലാ, കോട്ടയം ജില്ലയിലെ ഒരു ക്ഷേത്രമാണ്. പടിഞ്ഞാട്ട് ദർശനം വരുന്ന ഉഗ്ര നരസിംഹമൂർത്തി സ്വയംഭൂവാണ്. അതുപോലെ കിഴക്കോട്ട് ദർശനമായിട്ട് മഹാവിഷ്ണു മഹാദേവനും 3 മൂർത്തി ക്ഷേത്രമാണ്. ഇവിടെ സ്വയംഭൂലിംഗമാകുന്ന മഹാനരസിംഹമൂർത്തി എല്ലാ ദിവസവും രാത്രിയിൽ പൂജ കഴിഞ്ഞ് നടയടയ്ക്കുമ്പോൾ ആ സ്വയംഭൂ വിഗ്രഹത്തിൽ കൂടിയുള്ള ചന്ദനം അരച്ചു വയ്ക്കും. 365 ദിവസവും. ഇവിടുന്ന് പോയി നോക്കണം. അവിടെ പിറ്റേ ദിവസം നട തുറക്കുമ്പോൾ കിട്ടുന്നത് അരച്ചു വെച്ച ചന്ദനം രക്തചന്ദനമായിരിക്കുന്നതാണ്. എല്ലാ ദിവസവും തൊട്ടുനോക്കിയാൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. വെന്നിമല ശ്രീരാമസ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയിൽ തന്നെയുള്ളതാണ്. 2900 അടി മുകളിൽ ഒരു മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രം. അവിടുത്തെ പ്രത്യേകത മീനമാസം കുംഭമാസത്തിൽ ഉഗ്ര ചൂടുകൊണ്ട് കിണറും കുളവും സമീപ പ്രദേശങ്ങളിലെ താഴത്ത് ഈ മലയുടെ താഴത്തെ ഭാഗത്ത് വറ്റിക്കിടക്കും. വെള്ളം കുടിക്കാൻ മാർഗമില്ല, കുളിക്കാൻ മാർഗമില്ല. അത് നിലയാറ്റിൽ നിന്നും 10,000-12,000 രൂപയ്ക്ക് വെള്ളം കൊണ്ടുവന്ന് ഇറക്കിയാണ് കുളിയും മറ്റുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെയാണ് 3000 അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മലയുടെ മുകളിൽ സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാദത്തിൽ നിന്ന് ഒരു തീർത്ഥം ഒഴുകി വന്ന് 365 ദിവസവും ഒരേപോലെ ഒഴുക്കാണ്. പാപനാശിനിയായി 2 കുളം നിറഞ്ഞു കിടക്കുകയാണ് മലയുടെ മുകളിൽ. താഴെയോ കുളത്തിൽ വെള്ളമില്ല, കിണറ്റിൽ വെള്ളമില്ല. അവിടെയാണ് മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന. ഭഗവാന്റെ പാദത്തിൽ നിന്നൊരു തീർത്ഥം ഒഴുകിവന്ന് 2 കുളം നിറഞ്ഞു കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊക്കെ ഒരു വിഗ്രഹത്തിലെ പ്രതിഭാസമാണ്. നിങ്ങൾ ആശ്രയിക്കുന്ന അമ്മ ചൈതന്യ സ്വരൂപമാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമ്മ നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ദേശത്തെയും ദേശവാസികളെയും സർവ്വചരാചരങ്ങളെയും
ലോകമുള്ളിടത്തോളം കാലം അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് അമ്മയെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. കൽപ്പാന്തകാലത്തോളം ആ ചൈതന്യം നിലനിൽക്കണം. അതിനാണ് നവീകരണം നടത്തുന്നത്. നിത്യപൂജകളിലൂടെയും ഉത്സവാദി ക്രിയകളിലൂടെയും കലശങ്ങളിലൂടെയും കൂടിയാണ് ഒരു ദേവതയ്ക്ക് അനുഗ്രഹിക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്നത്. പക്ഷെ എത്രയൊക്കെ നമ്മൾ പൂജ ചെയ്താലും ഈ വിളക്ക് കത്തിച്ച പോലെയാണ്. ഇതിങ്ങനെ ഇവിടെ കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾ കൊണ്ട് സംരക്ഷിക്കണം, അല്ലേ? എണ്ണ ഒഴിച്ചു കൊടുക്കണം, തിരിയിൽ അറ്റത്ത് വരുന്ന കരി മാറ്റി കൊടുക്കണം, കാറ്റിൽ നിന്ന് സംരക്ഷിക്കണം, തണുപ്പിൽ നിന്ന് സംരക്ഷിക്കണം, അങ്ങനെ പല മഴയിൽ നിന്നൊക്കെ സംരക്ഷിച്ചുകൊണ്ട് വിളക്കിങ്ങനെ കിടാതെ സൂക്ഷിക്കണമെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാൽ വിളക്കിന്റെ കാന്തി കുറഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും നമുക്ക്. ആ കാന്തി തിരിച്ച് ഈ വിളക്ക് കത്തിച്ചു വെച്ചപ്പോൾ എങ്ങനെയാണോ ശോഭയോടെ നിന്നിരുന്നത് ആ വിളക്കിന്റെ കാന്തി, അതിലേക്ക് വരണമെങ്കിൽ ദീപം മറ്റൊരു വിളക്കിലേക്ക് എടുത്തു വെച്ച് ഈ വിളക്കിന് വേണ്ടതായുള്ള വൃത്തിയാക്കാൻ വേണ്ട എല്ലാ ക്രിയകളും ചെയ്തു വരുമ്പോൾ ആ കാന്തിയോടുകൂടി വിളക്ക് പ്രകാശിക്കുന്നത് കാണാം. ഈ ക്ഷേത്രം എത്രയോ നൂറ്റാണ്ടിന് മുമ്പ് ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചപ്പോൾ എത്ര ചൈതന്യ സ്വരൂപത്തോടെ അമ്മയെ ദർശിക്കാൻ സാധിച്ചുവോ ആ ദർശനമാണ് നിങ്ങൾക്ക് സാധ്യമാവുന്നത്. ഒരു മനുഷ്യജന്മത്തില് പൂർണ്ണ ചൈതന്യത്തോടെ അമ്മയെ ദർശിക്കാൻ സാധ്യമാകുന്നത് ഈ ഒരു സമയത്ത് സോപാന സംഗീതമാകുന്ന ഈ സേവ കൊണ്ടുവരാൻ സാധിച്ചതും എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യമായി കണ്ടുകൊണ്ട് ഈ അമ്പലം പൂർത്തിയാക്കുവാൻ വേണ്ടി വേറൊരു ക്ഷേത്രമല്ല, മഹാക്ഷേത്രത്തിൽ നേരത്തെ പറഞ്ഞ പോലെ മനസ്സോടെ സമർപ്പണത്തോടെ ആത്മസമർപ്പണത്തോടെ ഒരു ശിലയിലൂടെയും ഉഗ്രമാകുന്ന തടിപ്പണികളിലോടുകൂടി മഹാക്ഷേത്രത്തെ നവീകരിക്കുകയാണ്, നമസ്കരിക്കുന്നു. എല്ലാവരും മനസ്സ് നിറഞ്ഞ ഭക്തിയോടുകൂടി ഇതിൽ പങ്കെടുക്കണം. മാത്രമല്ല സകുടുംബ സമേതം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഏത് സമയവും മാറ്റിവെച്ച് നവീകരണ ലക്ഷ്യങ്ങൾ ഓരോ ദിവസവും പങ്കാളികളാവുക. അതിന്റെ ഗുണം ഈ ജന്മം മാത്രമല്ല, എഴുതി തരാം, ജന്മജന്മാന്തരം അമ്മ ചേർന്നിരിക്കും. 3000-4000 വർഷങ്ങൾ പഴക്കമുള്ള മഹാക്ഷേത്രങ്ങളിൽ നമ്മൾ ഇന്നും ആരാധിക്കുന്നത് ഇതുപോലെയുള്ള ആ നല്ല മനുഷ്യരുടെ പ്രവർത്തന സന്മനസ്സുകളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. എന്തായാലും സോപാന സംഗീതമാണ് പറഞ്ഞു വന്നത്. ഇങ്ങനെ പ്രതിഷ്ഠിക്കപ്പെടുന്ന ദേവന് കലകളിൽ കൂടിയാണ് ദേവതയ്ക്ക് ചൈതന്യം എന്ന് ചേരുന്നത്. കലശം, കലകൾ അധിവസിക്കുന്ന കുംഭമായതുകൊണ്ടാണ് ആ കുടത്തിനെ കലശം എന്ന പേര് വിളിക്കുന്നത്. ചൈതന്യമാകുന്ന ദേവകലകൾ സൂര്യചന്ദ്രൻ പോലുള്ള ഗ്രഹങ്ങളിൽ നിന്നും മന്ത്രപൂർവം ആവാഹിച്ച് ജലത്തിൽ ലയിപ്പിച്ച് കുംഭം നിറയ്ക്കുമ്പോൾ കുടത്തിനെ കലശം എന്ന പേര് വിളിക്കുന്നു. ആ ചൈതന്യമാകുന്ന കലശം നിങ്ങൾ ദർശിക്കുന്ന, നിങ്ങൾ തൊഴുന്ന, ആശ്രയിക്കുന്ന ചിറ്റൂരമ്മയുടെ വിഗ്രഹത്തിലേക്ക് അഭിഷേകം ചെയ്യുമ്പോൾ കലകളിൽ കൂടി ദേവചൈതന്യം ഉയർന്നുയർന്ന് അനുഗ്രഹകലകൾ വർദ്ധിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ 100% പരിശോധിക്കുന്നു. ഇത് സത്യമായി നടന്നു വരികയാണ്. വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നിടത്ത് നമ്മുടെ വഴിപാടുകളും നമ്മുടെ ആചാരങ്ങളും വിജയിക്കുന്ന ഒരു കാലം മുമ്പ് തന്നെയാണ്. ഇപ്പോഴും നമ്മൾ അത്ഭുതത്തോടെ കാണുകയാണ്. ഒരു മഹാവ്യാധികളിൽ നിന്നുള്ള മുക്തിയാണ് അമ്മയെ ആശ്രയിക്കുന്നവർക്ക് വന്നു ചേരുന്നത്. അതോടെ ഓരോ പൂജകൾക്കും കലകളിൽ കൂടി പൂജകൾ സമർപ്പിക്കണം. അവിടെയാണ് സോപാന സംഗീതത്തിന്റെ ആവശ്യം. നൃത്തവാദ്യഗീതമാവുന്ന 3 കലകൾ, ത്രികലകൾ, മുദ്രാങ്കിതമായിട്ട് തന്ത്രിയും മേൽശാന്തിയും ഒക്കെ ചെയ്യുന്ന പൂജകൾ തന്റെ ദേഹശുദ്ധി മുതൽക്ക് തുടങ്ങി അവസാനം ആരതി ഒഴിഞ്ഞ് കുട്ടി രക്ഷിക്കുന്ന ഭാഗം വരെയുള്ള മുദ്രാങ്കിതമാകുന്ന ക്രിയകൾ ദേവനിലേക്ക്, ഈ ദേവിയിലേക്ക് നൃത്തമിതമായിട്ടും അതിനുശേഷം നൃത്തമാണ്. ഒരു കഥ മുദ്രകൾ കൂടി ചിട്ടപ്പെടുത്തി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന നൃത്തമാകുമ്പോൾ ആ മുദ്രാങ്കിതമാകുന്ന അർച്ചന ദേവതയ്ക്ക് നൃത്തമിതമായിട്ടും വാദ്യം ഇടയ്ക്ക. കഥ പറയണമെങ്കിൽ നല്ലൊരു സമയം വേണം, അതുകൊണ്ട് ഞാനത് കുറയ്ക്കുന്നു. ഇടയ്ക്കയിലൂടെ കിട്ടുന്ന ഓരോ മന്ത്ര തുല്യമാകുന്ന ശബ്ദത്തെ ഭക്തിയോടുകൂടി വാദ്യമിതമായിട്ടും ഭക്തിക്ക് പരമപ്രാധാന്യം കൊടുത്തുകൊണ്ട് പാടിയർച്ചിക്കുന്ന ഗീതങ്ങൾ, ധ്യാനികൾ, കീർത്തനങ്ങൾ, അഷ്ടപതി, യശാദിപാദം, ആ പ്രധാനമാകുന്ന ശ്ലോകങ്ങളും എല്ലാം തന്നെ അമ്മയിലേക്ക് ഗീതവിധമായിട്ട് ഭവിക്കുന്നു. 3 കലകൾ സമ്മേളിച്ച് പൂജ പൂർണ്ണമാവുന്നു. ഉത്തമന്മാരായിരിക്കുന്ന ഭക്തന്മാരാണ് ഈ ഇരിക്കുന്നത് എല്ലാവരും. അതാണ് ഒരു ശ്രീകോവിലിന് മുമ്പിൽ ഒരു പൂജാദർശനം നടത്തുമ്പോൾ ആ പൂജയുടെ ഒരു ഭാഗം അകത്ത് തിരുവേലി ജപിക്കുമ്പോഴും ഉണ്ട് ആ മന്ത്രത്തില് ഭക്തിഭ്യോ നമഃ. അമ്മേ
നിന്റെ ഉത്തമന്മാരായ ഭക്തന്മാരാണ് ഈ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇവരെ അനുഗ്രഹിച്ചാലും അതിലുള്ള സായുജ്യം എന്ന് ചെയ്യുകയാണ്. നിങ്ങളെ എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ. നവീകരണ കലശം ഒരു മനുഷ്യനായുസിൽ കിട്ടുന്ന മഹാഭാഗ്യമാണ് ആ ദർശനം. ഭക്തിയോടെ, എളിമയോടെ, ആത്മവിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, മനഃശുദ്ധിയോടെ, ഗൃഹശുദ്ധിയോടെ നമ്മളതിൽ പങ്കുചേരുക. ദിനങ്ങളിൽ നമുക്ക് ഈ ദേശത്തിന് ചൈതന്യം ഉയർന്നുയർന്ന് നിങ്ങളെല്ലാവരും ഒരു മനുഷ്യ ജന്മത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമാവുന്ന പദത്തിലേക്ക് എത്തുവാൻ ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ. എന്തായാലും സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറസ്തമിക്കുമ്പോൾ ദേവന്റെ ചൈതന്യം ഉയരുവാൻ ഓരോ യാമങ്ങൾക്കനുസരിച്ച് പൂജകളെ ചിട്ട ചെയ്തു വെച്ചു. ആദ്യം ഉഷപൂജ, രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഉഷസന്ധ്യയിൽ. അതിനുശേഷം എതിർത്തുപൂജ, സൂര്യനെ ഭൂമിയിലേക്ക് എതിരേൽക്കുന്ന സമയം. സൂര്യരശ്മി വന്ന് പതിക്കുന്നു. എതിരേറ്റു പൂജയാണ് എതിർത്തുപൂജയാകുന്നത്. ഉദിച്ചു 12 അടി നിഴലാകുമ്പോൾ, ഒരടി നീളമുള്ള ഒരു വസ്തു കിഴക്ക് ഭാഗത്ത് വെച്ചാൽ നിഴലിന്റെ നീളത്തിന് 12 അടി നീളമുള്ളപ്പോൾ 12 അടി പൂജ. ഉച്ചസ്ഥായിലെ ഉച്ചപൂജയും അസ്തമയത്തിന് ശേഷം അത്താഴപൂജ. 5 യാമങ്ങൾക്കും പൂജകൾക്കും അനുസരിച്ച് ഈ സംഗീതത്തെ, ഈ സേവയെ സോപാന സംഗീതവുമായി ക്ഷേത്ര സോപാനത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഭക്തിയാണ്, അരങ്ങുവഴക്കമാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് പാടുന്നത്. നിങ്ങളുടെ ഈ മനുഷ്യജന്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാവുന്ന നിമിഷം ഭക്തി എന്ന ലഹരിയിലൂടെ സമർപ്പിക്കുക. അമ്മയെ അനുഗ്രഹിക്കട്ടെ. അമ്പലപ്പുഴ കണ്ണു അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കും. കത്തും തീയങ്ങിരിച്ചീടിനകനൽ മിഴിയോ ചിലിയോ ബാലരോഗം ശക്തം ബീഭത്സവേഷം ശരണമരുളുമാപാദകേശ നിത്യോ കണ്ണിൽ കരുണയുടെ കടാക്ഷാമൃതാനന്ദമായി ചൊല്ലിക്കൊള്ളും ശ്രീ ചിറ്റൂർക്കാവിൽ ഭഗവതി തിരുപ്പഴയന്നൂർക്കാവിൽ ഭഗവതി മലൂരജനനി ഭദ്രകാളി നമസ്തേ. പരിപാഹി മാം ഭദ്രേ പരിതാപവിനാശിനി പരിപാഹി മാം ഭദ്രേ പരിതാപവിനാശിനി പരമകരുണാനിധി വരദാനോ ദേവി
ചിറ്റൂർക്കാവിൽ അങ്ങേ ഉലകെങ്ങും പുകഴ്പൊങ്ങും ചിറ്റൂർക്കാവിൽ അമ്മേ. ഉലകെങ്ങോ പുകഴ്പൊങ്ങോ പഴയന്നൂർക്കാവിലമ്മേ. ഉലകെങ്ങും പുകഴ്പൊങ്ങും പഴയന്നൂർക്കാവിൽ അമ്മേ. കലിതാനന്ദോ തവ കരളിന കലയേരോ ഉലകെങ്ങും പുകഴ്പൊങ്ങും പഴയന്നൂർക്കാവിൽ അമ്മേ. സന്നിധാനന്ദം തവ കടലിനകലകേറും. ദുരിതാസഞ്ജയം നീക്കി പരദേവതയാം ഭദ്രേ ദുരിതാസഞ്ജയം ദുരിതാസഞ്ജയം നീക്കി ഭഗവതി കരുണയാൽ പരിപാലി ശരുണേനോ ഭഗവതി പരിപാഹിമാം ഭദ്രേ പരമാകരുണ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ മാം ച പാലയ പാലയ. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണിയംബികേ. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണിയംബികേ. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണിയംബികേ. കാരിരുൾ സമായം
ചെറുവും നിലമേർ
സാക്ഷാൽ ഈ ദേശത്തിന്റെ അനുഗ്രഹമായ വിളയാർന്ന ചിറ്റൂരമ്മയുടെ ഒരു കേശാദിപാത വർണ്ണയാണ്. അമ്മ നാമജപം കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാലങ്ങളിൽ, അമ്മയുടെ ചരിതങ്ങളെ തോറ്റങ്ങളായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ, നാദങ്ങൾ ഘോരമായി കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ, അതാണ് ചെണ്ടപോലുള്ള വാദ്യങ്ങളെ ചെമ്പട പോലെ പ്രയോഗിച്ച് കൃപയോടുകൂടി അറിഞ്ഞുകൊട്ടി ഇങ്ങനെയുള്ള പെരുമ്പലുകളൊക്കെ അമ്മയ്ക്ക് ആഹ്ലാദമാകുന്നത്. അതുപോലെ തന്നെ വിധിനാദങ്ങൾ, ഘോരമാകുന്ന വിധിനാദങ്ങൾ ആഹതരവും മോഹിതയായിരുന്ന നല്ല രഥങ്ങളെ ഘോരമായിട്ട് കേൾക്കുമ്പോൾ അമ്മ അട്ടഹസിക്കുന്നു. അതുപോലെ തന്നെ തുല്യ പ്രാധാന്യമാണ് ഈ ഇരിക്കുന്ന സജ്ജനങ്ങളുടെ നാവിൽ നിന്ന് ഉതിരുന്ന അമ്മയുടെ നാമം കേൾക്കുമ്പോൾ അമ്മ സാധിക്കുന്നത്. ഇത് നവീകരണമാണ്. മന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമാകുന്ന അന്തരീക്ഷം. മന്ത്രിവര്യൻ ആർജിച്ചെടുത്ത മന്ത്രങ്ങളെല്ലാം ഓരോ ദിനങ്ങളിലായിട്ട് പൂർണ്ണമാകുന്ന അനുഗ്രഹത്തിന് വേണ്ടി ആ വിഗ്രഹത്തിലേക്ക് യോജിപ്പിക്കുകയാണ്. കലശങ്ങളിലൂടെയും പൂജകളിലൂടെയും കർമ്മസിദ്ധിയെ മുഴുവനും അവിടെ ചെയ്യിപ്പിക്കുകയാണ്. അവിടെ സജ്ജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം. സജ്ജനങ്ങൾ വന്നാൽ പോരാ, അമ്മയെ കീർത്തിച്ച് ഇങ്ങനെ അമ്മയുടെ നാമം ഉദ്ധരിക്കണം, നമ്മളെ കേൾക്കണമെന്ന് ആഗ്രഹം. അതിൽ ഏറ്റവും ഉത്തമ മന്ത്രമാണ് ഏതാണ്? അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. കലിയുഗമാണ്. നാരായണ മന്ത്രത്തോളം പ്രാധാന്യം കിട്ടുന്നില്ല. അത്ര പ്രാധാന്യമാണ് ഭഗവാന്റെ നാമത്തിന്. അതാണ് ദൈവത്തിൽ അമ്മയുടെ നാമങ്ങളോടൊപ്പം ഈ മഹാമന്ത്രത്തെ ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ സജ്ജനങ്ങളും ഇരിക്കുന്നത് ചിറ്റൂരമ്മയുടെ തട്ടകത്തിലാണ്, അനുഗ്രഹത്താലാണ്. ഈ മനുഷ്യജന്മത്തിൽ ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷങ്ങളും, ഓരോ സൂര്യാസ്തമയം കഴിയുമ്പോഴും മനുഷ്യ നിന്റെ ആയുസ് കുറയുന്നത് മനസ്സിലാക്കി അതിന് ഏറ്റവും ശ്രേഷ്ഠമാകുന്ന തലത്തിലേക്ക് എത്തിക്കണം. അതിനാണ് ഇതുള്ള ആചാരാനുഷ്ഠാനങ്ങളെ ഓരോ ദിനങ്ങളിലായിട്ട് ചിട്ടപ്പെടുത്താനുള്ള കാരണം. മന്ത്രജപത്തോളം പ്രാധാന്യം കലിയുഗത്തിലില്ല. അമ്മയുടെ സന്നിധിയാണ്. സജ്ജനങ്ങളായ നിങ്ങളുടെ നാവ് ഏറ്റവും ശ്രേഷ്ഠമാകുന്ന മന്ത്രജപത്തിലേക്ക് മാറുക. ആ മന്ത്രം കേട്ട് അമ്മയെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കേശാദിപാത അമ്മയെ തൊഴുമ്പോൾ തിരുമുടി എങ്ങനെയാണ്, അതുപോലെ തന്നെ കിരീടം എങ്ങനെയാണ്, ആ തൃക്കണ്ണുകളും അതുപോലെ തിരുനാസയും ചുണ്ടുകളും ദംഷ്ട്രയും നാവും കവിളയും കാതിലെ കുണ്ടലങ്ങള്, കഴുത്തിലെ ഹാരങ്ങള്, കയ്യിലെ ആയുധങ്ങള്, പട്ടുടയാട നിർപ്പാദം വരെ നിന്റെ ചുറ്റൂരമ്മയും വഴിയൂരമ്മയെ എന്ന് വിളിക്കുമ്പോൾ പൂർണ്ണമാകുന്ന രൂപം കണ്ണടച്ചാൽ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. അതുവരെ ദർശിക്കുമ്പോഴാണ് ഈ ക്ഷേത്ര ദർശനം കൊണ്ടുള്ള ഗുണം നമ്മുടെ ഹൃദയത്തിൽ, ശരീരത്തിലേക്ക് അനുഭവേദ്യമാകുന്നത്. ക്യാൻസറല്ല, മഹാവ്യാധികളല്ല, അതിലേക്ക് മാറ്റമുള്ള ശക്തി ഉത്തമമാകുന്ന നേരായ മാർഗത്തിലൂടെയുള്ള ആരാധനയിൽ മാറിക്കിട്ടുന്നതിന്റെ പ്രധാന രഹസ്യം. വൈദ്യശാസ്ത്രം പോലും പരാജയപ്പെടുന്നിടത്ത് സന്താനങ്ങൾ ഉണ്ടാവില്ല എന്ന ദമ്പതിമാർക്ക് ഇഷ്ടസന്താനങ്ങളെ ലഭിക്കുന്നു ആചാരങ്ങളിലൂടെ. അതിലേക്ക് സിദ്ധി വെറുതെ പോയി തൊഴുതിട്ടല്ല കാര്യം. അമ്മയെ കൊണ്ട് അമ്മയുടെ പൂർണ്ണമാകുന്ന ചൈതന്യത്തെ ഹൃദയത്തിലേക്ക് ലയിപ്പിക്കണം. നിങ്ങൾ വരാൻ പോകുന്ന ദിനങ്ങളിൽ പൂർണ്ണ ചൈതന്യവതിയായ അമ്മയെ ദർശിക്കാൻ പോവുകയാണ്. ആ ദിനം നിങ്ങളുടെ മനുഷ്യായുസ് ഏറ്റവും ശ്രേഷ്ഠമാവും. അമ്മ ആനന്ദിക്കട്ടെ, അമ്മയെ അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ അനുഗ്രഹം ജന്മജന്മാന്തരമായിട്ട് നമ്മളിലേക്ക് വന്ന് ചേരട്ടെ. എല്ലാവരും ഈ കേശാദിപാതം പാടുമ്പോൾ ഈ ചിറ്റൂർ കാണുന്ന ഈ നവീകരണ കലശ വേദി അമ്മയുടെ നാമങ്ങൾ കൊണ്ട് മുഖരിതമാവട്ടെ. നല്ല ശബ്ദത്തോടുകൂടി നിങ്ങൾ എല്ലാവരും ജപിക്കുക. അമ്മ അനുഗ്രഹിച്ചിരിക്കും. ഇത് നേരത്തെ പറഞ്ഞ പോലെ 100% സത്യം. എല്ലാവരും മനസ്സ് നിറഞ്ഞ ഭക്തിയോടെ അമ്മയെ വാഴ്ത്തി സ്തുതിച്ചാൽ അർത്ഥകാന്തി പ്രകയോലും തിരുരൂപം അഷ്ടമി തിങ്കളേ തോറും കിരീടം കൈകൊള്ളുന്നേ ആമുഖി നിറമാർന്നവാമുഖി ചുരുകൊള്ളുന്നേ കരിവഞ്ഞിൻ ചായലോത്ത തുറുനീര
എല്ലാവരും മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയോടെ ഈ ഒരു സമയത്ത് ഈ ഒരു മനുഷ്യജന്മത്ത് ഈ ചിറ്റൂർ നഗരിയിൽ വരണമെങ്കിൽ പൂർവ്വ സുഹൃതം ചെയ്തെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്കും ഇനി വരാൻ പോകുന്ന ദിനങ്ങളിലും ഇത് തന്നെയാണ്. ഇത് നിങ്ങൾ മനസ്സറിഞ്ഞൊന്ന് ജപിക്കൂ. ഇതിന്റെ അനുഗ്രഹം ജന്മജന്മാന്തരമായി വന്നിരിക്കും. പ്രാർത്ഥനയോടെ നല്ല ആത്മസമർപ്പണത്തോടെ അമ്മയെ കണ്ടുകൊണ്ട് തൃക്കണ്ണം തിരുനെറ്റി തിലകം കൈകൊള്ളുന്നേ വളഞ്ഞുള്ള പുരികങ്ങൾ തൊടുന്നേ കനൽ കേട്ട തിരുനേത്രം തൊടുന്നേ തിലപുഷ്പരുചിയോലും തിരുനാസ തൊടുന്നേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ചെങ്കോവൽ പഴമുത്തോരധരം കൈകൊള്ളുന്നേ വളഞ്ഞുള്ളോരി കണ്ണാടി പോൽ തിളങ്ങും പൂർണ്ണചന്ദ്ര പ്രഭയോയും മുഖകാന്തി കൊള്ളുന്നു അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ആദിയും നല്ല സിംഹവും കൈകൊടുന്നേ അമ്മണിയും ആഭരണങ്ങൾ മാവത്തു വിളങ്ങും പൂമാലകൾ കൈകൊടുന്നേ മരകരം തിളങ്ങോമാ പതക്കവും തൊടുന്നു അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ നീരൂക്കും നിലവെണ്ണാനുലരണ്ടും കൊടുന്നേ നീളോ താലിയും നാളെ മണിമാല തൊഴുന്നേ പണിവാൾ വട്ടകശൂലം കരീതയും തലയും മണിഖഡ്വാങ്കവും കരകേട്ടും തൊടുന്നേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ നേരെയായിലെയൊത്തോരുദരോ പെയ്തൊഴുന്നേ
തിരുവൃത്തം തൊഴുന്നേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഭൂലോകം നടുങ്ങുന്ന തിരുവൃത്തം തൊഴുന്നേ. കോമല വിളകുന്ന ഇളംതോണിതൊഴുന്നേ. ഭൂലോകം നമിക്കുന്ന തിരുവൃത്തം തൊഴുന്നേ. സുരവൃന്ദം നമിക്കും തൃപ്പാദപത്മം തൊഴുന്നേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഈ ഭക്തനെ തന്നുകൊള്ളും ഭഗവതിയെ തൊഴുന്നേ. ഞങ്ങൾ ഭക്തിയോടെ നോക്കിനോ ഇതാ തൊഴുന്നേ. ചിറ്റൂർക്കാവിലങ്ങനോ അമ്മയെ ഞാൻ തൊഴുന്നേ. പഴയന്നൂർക്കാവിലമരും ഭദ്രകാളി തൊഴുന്നേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അഭിഷേക പ്രിയയാകും അമ്മയെ ഞാൻ തൊഴുന്നേ. അനവധ്യ സ്വരൂപത്തെ അടിമോടി തൊഴുന്നേ. അഖിലർക്കും അനുഗ്രഹമരുളാനായി തൊഴുന്നേ. പഴയന്നൂർ ഭഗവതിയെ മുഴുവനായി തൊഴുന്നേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. കേശാദിപാദാനം സ്തുതിച്ചു ദൈവതൊഴുന്നേ. കേശവ സഹോദരിയെ ഇതാ ഭക്തി തൊഴുന്നേ. കലിയുഗ ദുരിതങ്ങളൊഴിയുവാൻ തൊഴുന്നേ. ഈ കലിയുഗ വരദയെ സ്തുതിച്ചു ദൈവതൊഴുന്നേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ കുട്ടിപ്പാട് സേവന സോപാന സംഗീതത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശവും ഇത് തന്നെയാണ്. ഒരു ദേവതയെ നിങ്ങൾ തൊഴിൽ നിൽക്കുമ്പോൾ ചുറ്റൂരമ്മയുടെ പൂജ നടക്കുമ്പോൾ എന്താ അവിടെ നടയടയ്ക്ക് അമ്മയുടെ വിഗ്രഹം ദർശിക്കാൻ സത്യമല്ലാതെ
കലിയുഗത്തിന്റെ സ്വഭാവമാകുന്ന ചഞ്ചലമാകുന്ന മനസ്സുകൊണ്ട് നമ്മൾ ഭക്തിയിൽ നിന്ന് ചിതറിപ്പോകാൻ മനസ്സ്. അവിടെയാണ് ഇതുപോലുള്ള ചരിതങ്ങൾ കേട്ടു നിൽക്കുമ്പോൾ എത്തനയുടെ വീരദേശത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിലെ ഇതിൻ്റെ ആധികാരികമായ വക്താവാകുന്ന രതീഷ്, നമ്മുടെ സ്വന്തം ആചാര്യം കൂടിയായിട്ടുള്ള അദ്ദേഹം അതിമനോഹരമായിട്ട് കുട്ടിപ്പാട് സേവയും വാദ്യവിശേഷങ്ങളും നടത്തുന്നു. ശബ്ദകലകൾ കൊണ്ട് നമ്മെ പൂജിക്കുമ്പോഴും മന്ത്രകലകൾ കൊണ്ട് നമ്മെ പൂജിക്കുമ്പോഴും ആ അമ്മയുടെ ചൈതന്യം ഉയർന്ന് അനുഗ്രഹകലകൾ വർദ്ധിച്ച് ഓരോ ജനങ്ങളിൽ നമുക്കത് പ്രാർത്ഥന സാധ്യമാക്കി തരും. അതുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടെ ആത്മസമർപ്പണത്തോടെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ പങ്കാളികളാകണം. അതിൻ്റെ പ്രാധാന്യം അത്ര വലുതാണ്. എത്ര പറഞ്ഞാലും ഗ്രന്ഥങ്ങൾ പുറകോട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇതിൻ്റെ പ്രാധാന്യം എത്രമാത്രം വലുതാണെന്ന് അറിയാൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ വരുമാനമോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക മറ്റുള്ളതിൽ നിന്നും വരുമാനമല്ല, ഒരു നിറവറ അവിടെ സമർപ്പിക്കണമെങ്കിൽ സമർപ്പിക്കുന്നുണ്ട് എങ്കിൽ ഒരു വർഷക്കാലയളവും ആ ദേവതയ്ക്കുള്ള നിവേദ്യത്തിൻ്റെ ഒരു ഭാഗം ഞാൻ സമർപ്പിക്കുകയാണ്. ഏതെല്ലാം ദ്രവ്യം അവലാകാം, പറയാകാം, അരിയാകാം, പുഷ്പമാകാം, ഓരോരോ വിഭവങ്ങൾ ദേശത്തിൻ്റെ ക്ഷേത്രം നിലനിൽക്കുവാൻ വേണ്ടതായിട്ടുള്ള ദ്രവ്യങ്ങളെ അവിടെ സമർപ്പണം കാണുന്നു. അവിടെ ആത്മസമർപ്പണമാണ്. ഒരു ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട ദ്രവ്യം അരിയാണ്. ആ വിഭവം 365 ദിവസം ദേവിയുടെ വിധാനത്തിന് നിവേദ്യമായിട്ട് വേണം. ഭക്തന്മാരായ നിങ്ങൾക്ക് അന്നദാനത്തിന് വേണം. അതുകൊണ്ടാണ് നമ്മുടെ ഒരു ഭാഗം. ഇതിലൂടെ ഈ മനുഷ്യജന്മത്ത് നമുക്ക് പട്ടിണി ഉണ്ടാവില്ല. ഏറ്റവും വലിയ ധനം എന്ന് പറയുന്ന ആഹാരമാണ്, പൈസയല്ല. കൊറോണ കാലത്ത് ഞങ്ങളെല്ലാം പഠിച്ചൊരു കാര്യം, ഞങ്ങളുടെ ഭാഗത്തൊക്കെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ സ്ഥലമാണ്. കോടിക്കണക്കിനുള്ള വലിയ വലിയ മുതലാളിമാരെ ഇരിപ്പുണ്ട്. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ആഹാരമില്ല, കോടിക്കണക്കിന് പൈസ എന്ത് വേണം തരാം. സ്വർണ്ണം ഇരിപ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും അല്ല ധനം. ഈ ജീവനെ നിലനിർത്തുവാൻ ജലം വേണം, ആഹാരം വേണം. ഇതുവഴി മാത്രമേ മനുഷ്യായുസ്സിൽ പൂർണ്ണതയെത്തുകയുള്ളൂ. അതിലേക്ക് നമുക്ക് ഒരു തടസ്സവും ഉണ്ടാവുന്ന ഈ ആത്മസമർപ്പണത്തിലൂടെ ഈ ജന്മത്തിന് മുഴുവനും ആ അനുഗ്രഹം വഴി ഉണ്ടാവും. അത് ഓരോ ദിനങ്ങളിലും നമ്മളെ കൊണ്ടാകാവുന്ന ഒരിക്കലും ഒരു വരുമാനമില്ലാത്ത സമർപ്പണമാണ്. അതിലൂടെ ജന്മത്തെ ആർജിക്കേണ്ടതായിട്ട് ജ്ഞാനത്തെയും നമ്മുടെ കർമ്മമണ്ഡലത്തിലേക്ക് ഉയർത്താനുള്ള ശക്തി നമുക്കുണ്ടാവും. നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അമ്മയ്ക്ക് എന്ത് മന്ത്രം പാടിയാലും അത് മഹാദേവനും പാടുന്നുണ്ട്. പഞ്ചാക്ഷരി പ്രിയനായിരിക്കുന്ന മഹാദേവന്റെ ഒരു ചെറിയ സ്തുതിയാണ് ഈ കീർത്തനത്തിന്റെ അവസാനവും. നമശിവായ മന്ത്രം ഉണ്ടാവും. ആ പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയുന്ന സർവ്വമാപഹരമാണ്. അതുകൊണ്ട് എല്ലാവരും ആ പഞ്ചാക്ഷരി മന്ത്രം ഏറ്റുചൊല്ലുക. നമശിവായ എന്നുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ട് ഈ കീർത്തനം വളരെ ഭക്തിയോടെ ഏറ്റുചൊല്ലണം മന്ത്രമായിട്ട്. ശിവം ശിവകരം ശിവാത്മാനം ശിവോത്തമം സദാ ശിവം പ്രണതോസ്മി സദാ ശിവം. മഹാദേവ മനോഹര മഹാമന്ത്രാധിപപ്രഭോ മഹാമായ ഭഗവതി പ്രിയാ നിന്നെ തൊഴുന്നേ. മഹാദേവ
സംഗീതത്തിൻ്റെ സമയം ഇവിടെ തീരുകയാണ്. എല്ലാവരും മനസ്സ് നിറഞ്ഞ ഈ ഒരു സാന്നിധ്യം സജ്ജനങ്ങളായ നിങ്ങൾക്ക് എല്ലാവർക്കും ഡോക്ടർ കൃഷ്ണ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കീർത്തനങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ നമ്മുടെ സമയം നൃത്തത്തിൻ്റെ സമയമായതുകൊണ്ട് നമ്മളിവിടെ നിർത്തുകയാണ്. എല്ലാവരും ഈ ഒരു ശ്ലോകം ഏറ്റിട്ടുകൊണ്ട് ഒരു മംഗളസ്തുതിയോടുകൂടി സോപാന സംഗീതം സമർപ്പിക്കട്ടെ. മനസ്സ് നിറഞ്ഞ ഭക്തിയോടെ, മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയോടെ ഇന്ന് ചുരുക്കപ്പെട്ടിരിക്കണമെന്ന് ഒരുവച്ചതിന് ശേഷം ഭക്തിയോടുകൂടി ഒരു മന്ത്രമാണ് അതൊന്ന് ഏറ്റുചൊല്ലുക. അമ്മ അനുഗ്രഹിക്കട്ടെ. ചിറ്റൊരുക്കാവിലമ്മ ഇങ്ങനെ ആ കൈകളിൽ നിന്ന് ആയുധം മാറ്റി വരദവും അഭയവുമായിട്ട് അമ്മ നിൽക്കുന്ന സമയമായത് കണ്ടുകൊണ്ട് എല്ലാവരും മനസ്സ് നിറഞ്ഞ ഭക്തിയോടുകൂടി ഈ ഒരു ശോഭം ഏറ്റിട്ടുണ്ട്. ഏതാനും പിഴ
ചെയ്തിടും മാതാവാകിയ മാതാവാകിയ നീയൊഴിഞ്ഞിതു നീയൊഴിഞ്ഞിതു പൊറുക്കാനില്ല മറ്റാരുമേ കാതോളം വിലസും കടാക്ഷമതുകൊണ്ട് എന്നെ ക്ഷണം നോക്കിയാൽ എന്നെ ക്ഷണം നോക്കിയാൽ ഛേദം വന്നിടുമോ ഛേദം വന്നിടുമോ നിനക്ക് ചാരുതിരു ചിറ്റൂർ കാവിലമരും ശിവേ ചിറ്റൂർക്കാവിലമരും ശിവേ പഴയന്നൂർ കാവിലമരും അമ്മേ പഴയന്നൂർ കാവിലമരും അമ്മേ പഴയന്നൂർ കാവിലമരും അമ്മേ പഴയന്നൂർ കാവിലമരോ ഭദ്രേ കുന്നാസുരൻ തല തുണ്ടമിടുന്നവൾ കുന്നാസുരൻ തല തുണ്ടമിടുന്നവൾ കാമുകിയെന്നുള്ള നാമം ധരിച്ചവൾ കാമുകിയെന്നുള്ള നാമം ധരിച്ചവൾ കാവിലെ മാരണം കൊണ്ടവൾ കുണ്ടലം കാട്ടിലെ വാരണം കൊണ്ടവൾ ഓടിപ്പെരുങ്കടലോടെ തടുത്തവൾ ആടും കടക്കിടയോടെ തടുത്തവൾ ആരക്കനുത്തേറി അട്ടകതിത്തവൾ ആനയും സിംഹവും കാതിലറിഞ്ഞവൾ ഓരയും വാരിതുരുകി കുടിച്ചവൾ മണ്ഡലം മൂന്നിലും പാകിരുന്നവൾ മൺകുന്ന മധുരന്റെ തല കൊയ്തവൾ അമ്മ തിരുവടി ചിറ്റൂർക്കായിലോ വാഴുമെന്തമ്പിരി പഴയന്നു കാവിലോ വാഴുമെന്നമ്പികേ അശയമരുളോ ഈശ്വരി ഭഗവതിയെ തിരുനേത്രവോ
ശരണമൂരി ശരണം അതിനമനാരായണ ശരണം ഹരഹര ശിവ ശിവ ശരണോ ഹരിഹരസുതനേ ശരണം ശരണം കരിയുഗ വരദാ ശരണോ ശരണം ശ്രീമതി ശബരിഗിരീശ്വര നിത്യം ശരണം ബുദ്ധിസ്ഥാന്തനും പള്ളി ദേവസേനാപതിക്കും ശബരിഗിരിമാനോ ദേവാദിദേവനും ഭഗവതി പരമേശ്വരിക്കും മംഗളം ഭൂലോകവൈകുണ്ഠനാഥൻ ഗുരുഭരണപുരിയിലും ദക്ഷിണദ്വാരകാധിപനമ്പലപ്പുഴയിലും ലക്ഷ്മി ഭൂമി സമേതനായി തിരുകൊല്ലങ്ങോടും സ്വാമി നിത്യം നിരക്കുമംഗളം ഭഗവതി ഭദ്രേ കീർത്തിയേറും തിരുചിറ്റൂർക്കാവിലും തിരു പഴയന്നൂർക്കാവിലമരുവന്നേ ഭഗവതി നിത്യം നിനക്കുപോക്കും ഭക്യാപരിക്കുപോക്കും സദാ സ്തുതിക്കുപോക്കും വിസ്തുതി ഭക്യാ ശ്രമിക്കുപോക്കും ദയമംഗളം സദാ സർവമംഗളമോ മംഗളമോ അനുപമമായ സ്വരമാധുര്യത്തോടെ ഭക്തിനിർഭരമായ കീർത്തനങ്ങൾ ആലപിച്ച് വേദിയും സദസ്സും ഭക്തിസംഗതമാക്കിയ ശ്രീ അമ്പലപ്പുഴ വിജയകുമാരനും അയിലൂർ അഖിൽമാരാർക്കും ചിറ്റൂർക്കാവ് പഴയന്നൂർക്കാവ് ക്ഷേത്ര ഉപദേശക സമിതിയുടെ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവർക്കുള്ള സ്നേഹോപഹാരം കൈമാറുന്നതിനായി സമിതി അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.